ഇന്നേ ദിവസം ഒരു സർപ്രൈസ് പുറത്തുവിടാൻ ഇരിക്കുകയാണ് ആശീർവാദ് സിനിമാസ് എന്ന കാര്യമാണ് ഇന്ന് രാവിലെ മുതലേ അവർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 5 മണിക്ക് ഒരു സർപ്രൈസ് അനൗൺസ്മെന്റ് ഉണ്ടാകുന്നു. എന്താണെന്ന് ഒരു മുൻവിധിയുമില്ലാതെ പുറത്തു വന്ന ഒരു റിപ്പോർട്ട് കണ്ടപ്പോൾ ഒരു ഹൊറർ ടച്ചുള്ള പോസ്റ്ററൊക്കെ പങ്കുവെച്ചുകൊണ്ടാണ് അവർ എത്തിയത്. ഒരു മലമുകളിൽ ഒരു വീട്ടിലെ ലൈറ്റൊക്കെ കത്തി നിൽക്കുന്നതായി കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ മോഹൻലാലിന്റെ വരാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ചുള്ള അനൗൺസ്മെന്റ് തന്നെയല്ലേ എന്നാണ് പലരും അന്വേഷിക്കുന്നത്. ആരുടെ പടമായിരിക്കും, മോഹൻലാലിന്റെ ഏത് സിനിമയായിരിക്കും എന്നുള്ള ചോദ്യങ്ങളാണ് പലരും ഉന്നയിക്കുന്നത്. സത്യനന്ദിക്കാടിനൊപ്പം ഹൃദയപൂർവ്വം ആണ് ലേറ്റസ്റ്റ് ആയി മോഹൻലാലിന്റേതായി റിലീസിന് ഒരുങ്ങുന്ന ചിത്രം. ഇതിൽ നിന്നും എന്തെങ്കിലും അപ്ഡേറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ മഹേഷ് നാരായണനൊപ്പം പേട്രിയോട്ട് എന്ന സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട്. ജിത്തു ജോസഫിനൊപ്പം ദൃശ്യം 3യും മോഹൻലാൽ ചെയ്യാൻ പോവുകയാണ്. ധനഞ്ജയ് ശങ്കറിനൊപ്പം ഭബബ എന്ന ചിത്രത്തിൽ അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്താൻ പോവുകയാണ്. നെൽസൺ രജനികാന്ത് ടീമിന്റെ ജയിലർ 2 എന്ന ചിത്രത്തിലും അതിഥി വേഷത്തിൽ മോഹൻലാൽ എത്താൻ പോവുകയാണ്. ഓസ്റ്റിൻ ഡാനിനൊപ്പം ആഷിഖ് ഉസ്മാന്റെ പടത്തിലും മോഹൻലാൽ എത്താൻ പോകുന്നു. ഈ ചിത്രങ്ങളുടെ എല്ലാം ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് ആയിരിക്കുമോ എന്നതാണ് ഇപ്പോൾ വലിയ രീതിയിൽ അന്വേഷിക്കുന്നതും. എന്നാൽ ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത് ജൂഡ് ആന്റണി ജോസഫ് പടമാണ് എന്നാണ് ഏറ്റവും കൂടുതൽ ചർച്ച ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജൂഡ് ആന്റണിയുടെ തന്നെ ആയിരിക്കും മോഹൻലാലിന്റെ സിനിമ എന്നാണ് ഈ പ്രഖ്യാപനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് പല മൂവി അനലിസ്റ്റുകളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മോഹൻലാൽ ജൂഡ് ആന്റണി ജോസഫ് എന്ന സംവിധായകന് ഒരു ഗ്രീൻ സിഗ്നൽ നൽകിയെന്ന വാർത്ത നമ്മൾ പങ്കുവച്ചിരുന്നു. അതെ, അദ്ദേഹം ഒരു കഥ പറഞ്ഞ് മോഹൻലാലിന്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ മോഹൻലാൽ ആ ചിത്രത്തിന് എസ് മൂളി എന്നാണ് റിപ്പോർട്ടുകൾ. ഉടനടി തന്നെ മോഹൻലാലിന്റെ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ ചിത്രം ബാങ്ക് റോൾ ചെയ്യുന്നത് ആശീർവാദ് സിനിമാസ് ആണെന്നും റിപ്പോർട്ടുകളുണ്ടായി. പിറ്റേ ദിവസം ആശീർവാദ് തന്നെ ഒരു സർപ്രൈസ് അനൗൺസ്മെന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്നേ ദിവസം ഒരു പ്രഖ്യാപനം എത്തുന്നു എന്ന രീതിയിൽ. പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ പറയുന്നത് കാത്തിരിക്കൂ എന്നാണ്. 5 മണിക്ക് എന്തായിരിക്കും ആ പ്രഖ്യാപനം എന്നറിയാം. ജൂഡ് ആന്റണിയുടെ തന്നെ ചിത്രമാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കാലഹരണപ്പെട്ട ഡയറക്ടർ ടീമുകൾക്കും പ്രേക്ഷകന് 10 പൈസയുടെ പ്രതീക്ഷയില്ലാത്ത ടീമുകൾക്കും ബൈ പറഞ്ഞിരിക്കുന്നു ലാലേട്ടൻ എന്നുറപ്പിക്കാം. ജൂഡ് ആന്റണി കരിയറിൽ ഇതുവരെ ഡയറക്ട് ചെയ്ത 4 സിനിമകൾ, അതിൽ ഒരെണ്ണം പോലും മോശമായി വന്നിട്ടില്ല. OTTക്ക് ചെയ്ത സാറാസ് പോലും ക്വാളിറ്റി കീപ്പ് ചെയ്ത സിനിമയാണ്. ഒരു മുത്തശ്ശി കഥ പോലും വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെ വിജയിപ്പിച്ചെടുത്ത ആളാണ് ജൂഡ്. ഇങ്ങനെ 100% സക്സസ് റേറ്റ് ഉള്ള ഒരു സംവിധായകനെ ലാലേട്ടൻ വല്ലപ്പോഴുമാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ നോക്കിയാൽ ലഭിക്കുന്നത്. ജൂഡ് ആന്റണി പടത്തിൽ വലിയ പ്രതീക്ഷയുണ്ട്. കടുത്ത മോഹൻലാൽ ആരാധകൻ കൂടെയായ ജൂഡ് തരുൺമൂർത്തി പടച്ചുവിട്ട പോലെ ഒരു ഐറ്റം തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അവസാന പടം ഇൻഡസ്ട്രി ഹിറ്റാക്കിയ ഡയറക്ടർ ലാലേട്ടനൊപ്പം പടം ചെയ്യുമ്പോൾ വലിയ പ്രതീക്ഷയാണ് നമുക്കെല്ലാവർക്കും സമ്മാനിക്കുന്നത്. ഈ ഒരു അനൗൺസ്മെന്റ് തന്നെയാണ് വരുന്നതെങ്കിൽ ഉറപ്പിച്ചോളൂ, ഒരു ഗംഭീര സംഭവം തന്നെ ആയിരിക്കുമെന്ന് പ്രേക്ഷകർ ഇപ്പോഴേ അനുമാനങ്ങൾ കെട്ടിപ്പൊക്കുകയാണ്. എല്ലാവരുടെയും അഭിപ്രായം ജൂഡ് ആന്റണിയുടെ സിനിമയുടെ പ്രഖ്യാപനം തന്നെയാണ് വരാൻ പോകുന്നത് എന്നാണ്. കൂടാതെ മറ്റു ചിലതൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നതുമുണ്ട്. ദൈവമേ, ബി ഉണ്ണികൃഷ്ണന്റെയോ മേജർ രവിയുടെയോ TK രാജീവ് കുമാറിന്റെയോ ശ്രീകുമാർ മേനോന്റെയോ പടമൊന്നും ആകല്ലേ എന്നതും അങ്ങനെ ചില കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ അവസരത്തിൽ. എന്തായാലും ആശീർവാദ് സിനിമാസ് പങ്കുവച്ച ഒരു പോസ്റ്ററിൽ നിന്നും ഇന്നേ ദിവസം എല്ലാവരും അതിശയത്തോടെ കാത്തിരിക്കുന്ന ഒരു ദിവസമായി മാറി. ആ വമ്പൻ സർപ്രൈസ് എന്താകും എന്നറിയാനുള്ള ആകാംക്ഷ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഏത് പടമായിരിക്കും അനൗൺസ് ചെയ്യുക? അനൗൺസ് ചെയ്യാൻ സാധ്യതയുള്ള ജൂഡ് ആന്റണിയുടെയും ഓസ്റ്റിൻ ഡാനിന്റെയും അമൽ നീരദിന്റെയും ചിത്രങ്ങളൊക്കെ ലിസ്റ്റിലുണ്ട്. അമൽ നീരദ് ചിത്രമാകുമോ എന്ന സംശയം പ്രകടിപ്പിക്കുമ്പോഴും ജൂഡ് ആന്റണിയുടെ തന്നെ ആയിരിക്കും എന്നാണ് പല പ്രമുഖ മൂവി അനലിസ്റ്റുകളും പങ്കുവയ്ക്കുന്ന സൂചന.